എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ ഏതാണ്ട് ഒരു മാസക്കാലമായി ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ അവതാരം തൊട്ട് രാവണ നിഗ്രഹം വരെയുള്ള കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രാവണ നിഗ്രഹത്തിന് ശേഷം അയോധ്യാപതിയായി സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പട്ടാഭിഷേകം നടന്ന ആ കഥയാണ് ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്. നമ്മളുടെയൊക്കെ മനസ്സിലൊരു സിംഹാസനം തയ്യാറാക്കി വെക്കുക ഈ കർക്കിടക മാസം കഴിയാറാവുന്ന സമയത്ത്. ഇന്നേ ദിവസം നമുക്ക് ആ ചക്രവർത്തി ഭാവത്തിൽ ഭഗവാനെ നമ്മുടെ മനസ്സാകുന്ന സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. രാവണനെ വധിച്ചതിന് ശേഷം ഭഗവാൻ വിഭീഷണനോട് രാവണന്റെ അന്ത്യകർമ്മങ്ങൾ യഥാവിധി ചെയ്യാനായി ഉപദേശിക്കുന്നുണ്ട്. വേണ്ട എല്ലാ തരത്തിലുള്ള വീര ഉപചാരങ്ങളും നൽകിക്കൊണ്ട്. കാരണം ഭഗവാന് ആ രാവണന്റെ പോരാട്ട വീര്യത്തിൽ അത്രയധികം താല്പര്യം ഉണ്ടായിരുന്നു. ശത്രുപക്ഷത്താണ് രാവണൻ എന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അറിവിൽ, അദ്ദേഹത്തിൻ്റെ വീര്യതയിൽ, അദ്ദേഹത്തിൻ്റെ വിദ്യയിൽ അതിലൊക്കെ ഭഗവാന് താല്പര്യം ഉണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവണന് ഉചിതമായിട്ടുള്ള ഒരു വിട പറയൽ, അത് ലങ്ക നൽകണം എന്ന് ഭഗവാന് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ വിഭീഷണനോട് അകിലും ചന്ദനമൊക്കെ വെച്ച് വേണ്ട തരത്തിൽ ചിത തയ്യാറാക്കി അതിൽ രാവണന്റെ മൃതദേഹം ദഹിപ്പിക്കാനാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ രാവണന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ എല്ലാവരുടെയും താല്പര്യപ്രകാരം വിഭീഷണനെ ലങ്കയുടെ രാജാവാക്കി അഭിഷേകം ചെയ്യുന്നു. അതിനുശേഷം സീതാദേവിയെ മോചിപ്പിച്ച് ഭഗവാൻ തൻ്റെ സ്വദേശത്തിലേക്ക്, കാരണം ഭരതന് കൊടുത്തൊരു വാക്കുണ്ട്, 14 വർഷം പൂർത്തിയാകുന്ന അന്ന് സൂര്യാസ്തമയത്തിന് മുമ്പായി അയോധ്യയിൽ ഭഗവാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അഗ്നിപ്രവേശം ചെയ്യും എന്ന് ഭരതൻ ഭഗവാനോട് പണ്ട് കാട്ടിൽ കാണാൻ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജന്റെ ജീവന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന ഭഗവാൻ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ തൻ്റെ പരിവാരങ്ങളോടൊപ്പം പുഷ്പക വിമാനത്തിലേറി അയോധ്യയിലേക്ക് സഞ്ചരിച്ചു എന്നാണ്. അങ്ങനെ അയോധ്യ നഗരത്തിൽ 14 വർഷത്തിന് ശേഷം ഭഗവാന്റെ വീണ്ടും ഭഗവാന്റെ പാദസ്പർശം അയോധ്യയിൽ ഉണ്ടായി എന്നാണ് പറയുക. ഭഗവാൻ വീണ്ടും തങ്ങളുടെ രാജധാനിയിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയ അയോധ്യാവാസികൾ മുഴുവൻ നിറദീപങ്ങൾ കത്തിച്ചും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കിയും നൃത്തം ചെയ്തും പാട്ടുപാടിയും ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്വീകരിച്ചു. ഭരതൻ അതിർത്തിയിൽ ചെന്ന് തന്നെ തൻ്റെ ആ ഏട്ടനെ കൂട്ടിക്കൊണ്ടുവന്നു. തൻ്റെ രാജ്യഭാരം എങ്ങനെയാണ് ഭഗവാനെ ഇത്ര നാൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീരാമന്റെ പാതുകത്തെ സിംഹാസനത്തിൽ ഏറ്റിക്കൊണ്ട് എങ്ങനെയാണോ ആ പ്രിയപ്പെട്ട അനുജൻ ഇക്കണ്ട വർഷക്കാലം മുഴുവൻ രാജ്യം ഭരിച്ചത്, ആ മുഴുവൻ കൃതജ്ഞതയും ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ തൃക്കാൽക്കൽ ഭരതൻ സമർപ്പിക്കുന്നു. ഇനി ആ കിരീടത്തിൻ്റെ അവകാശിയായിട്ട് അങ്ങുടനെ തന്നെ ആ സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് ഭരതൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നു. തൻ്റെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെയും മറ്റ് മുഴുവൻ മുതിർന്ന ആളുകളുടെയും അനുവാദത്തോടു കൂടി ഭഗവാന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നു. കൃത്യമായിട്ടുള്ള ഒരു മുഹൂർത്ത സമയത്ത് സർവപ്രപഞ്ചവും നോക്കി നിൽക്കെ എല്ലാ ദേവീദേവന്മാരും സന്നിഹിതരായിരിക്കുന്ന അവസരത്തിൽ ഭഗവാൻ അയോധ്യയുടെ സിംഹാസനത്തിൽ സാക്ഷാൽ സീതാമാതാവിനൊപ്പം വിരാജിതനായി അയോധ്യയുടെ കിരീടം ഭഗവാൻ തൻ്റെ ശിരസിലേറ്റി എന്നുമാണ്. അങ്ങനെ പട്ടാഭിഷേക ഭാവത്തിൽ ചക്രവർത്തിയായി അയോധ്യാപതിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ എല്ലാവരും നമസ്കരിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യമാണ് നമ്മളുടെയൊക്കെ ജീവൻ ആധാരം. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ അവനവനിൽ രമിക്കുക, ആത്മാരാമന്മാരുടെ സ്വരൂപമാണ് നമ്മളെല്ലാവരും. നമ്മളുടെ ഉള്ളിലൊക്കെ ഉള്ളത് ആ ശ്രീരാമചന്ദ്ര പ്രഭു തന്നെയാണ്. അദ്ദേഹം ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് പട്ടാഭിഷേക സമയത്ത് സീതാദേവി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹാരം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് സമ്മാനിക്കുന്നത്. നമുക്കറിയാവുന്ന കഥയാണ്. അതിലെ ഓരോ മുത്തും കടിച്ചു പൊട്ടിക്കുന്ന ഹനുമാനെ ദേവി കാണുന്നു. എന്തിനാണ് ഞാൻ തന്ന ഒരു സമ്മാനത്തെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന് ദേവി ചോദിക്കുന്നു. ഇതിലൊന്നും രാമനാമം ഞാൻ കാണുന്നില്ല എന്നാണ് ഭഗവാൻ മറുപടി പറഞ്ഞത്. ഹനുമാൻ എല്ലാത്തിനും രാമനാമം കണ്ടാലാണോ ധരിക്കുള്ളൂ എന്ന് ദേവി തിരിച്ചു ചോദിക്കുന്നു. ആ സമയത്താണ് സ്വന്തം നെഞ്ച് പിളർന്ന് അതിനകത്ത് രാമനെയും സീതയെയും ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രാമനല്ലാത്തതായിട്ടൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാത്തിലുമുള്ള രാമനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ എന്ന് പറയുന്നത് പോലെ സർവ്വതിലും സർവ്വചരാചരങ്ങളിലും ഉള്ളത് രാമനാണ് എന്നുള്ള സങ്കല്പത്തിൽ
സർവ്വതിനെയും ബഹുമാനത്തോടു കൂടി, ദയയോടുകൂടി, ഭക്തിയോടുകൂടി ആർക്ക് കാണാൻ സാധിക്കുന്നുവോ അവനാണ് യഥാർത്ഥത്തിലുള്ള രാമഭക്തൻ. അതുകൊണ്ട് തന്നെ ആ രാമഭക്തന്റെ നിലവിലേക്ക് ഉയരാൻ ഈ കർക്കിടക മാസം നമ്മളെ സഹായിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഒപ്പം തന്നെ എങ്ങനെയാണോ ഭഗവാൻ പിന്നീടുള്ള കാലം ആ അയോധ്യ നഗരം ഭരിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ധർമ്മത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിലൊരു അംഗമാണെങ്കിൽ പോലും ചെയ്തത് അധർമ്മമാണെങ്കിൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് വേണ്ട ഒരു രാജാവിൻ്റെ ഗുണങ്ങളെല്ലാം പ്രകടമാക്കിയാണ് ഭഗവാന്റെ പിന്നീടുള്ള അയോധ്യ ഭരണം നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഏതൊരു ഭരണാധികാരിയും ആ രാമനെ മാതൃകയാക്കണം എന്ന് നമ്മളുടെ ബഹുമാന്യനായിട്ടുള്ള രാഷ്ട്രപിതാവ് നമ്മളോട് പറഞ്ഞത്. നാം ജീവിക്കുന്ന രാജ്യത്തെ രാമരാജ്യമാക്കി മാറ്റണമെന്ന് ആ മഹാത്മാവ് നമ്മളോട് സദാസമയവും ഉപദേശിച്ചിരുന്നത് ആ രാമൻ ആരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തെ ചര്യകൾ കൊണ്ടും ഭക്തി കൊണ്ടും സാധന കൊണ്ടും രാമനെ സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ നമുക്കും ആ ആത്മാരാമനായിരിക്കുന്ന, ആ പട്ടാഭിഷേകം നടത്തിയിരിക്കുന്ന ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാമായണ മാസക്കാലത്ത് ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും നമുക്കുണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. ഭഗവാന്റെ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.